അങ്ങനെ നമ്മുടെ ആ ഒരു പെട്ടിപ്പാറ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ആനക്കുളത്തേക്കാണ്. അപ്പോൾ എങ്ങോട്ട് പോകുന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചേട്ടനെ കണ്ടു, അവരോട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ആനക്കുളത്തേക്ക് എങ്ങനെ പോകണം എന്നറിയണ്ടേ. അങ്ങനെ വഴി കിട്ടി ആനക്കുളത്തേക്കുള്ള പോക്കാണത്. പോകുന്ന വഴിക്ക് ആനയെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വഴിക്ക് വരുന്നത്. കാരണം ആ ചേട്ടൻ പറഞ്ഞത് ആനക്കുളത്തേക്ക് പോകുന്ന വഴിക്ക് കാടാണ്, സോ നിങ്ങൾ പോകുന്ന വഴിക്ക് ആനയെ കാണാൻ ചാൻസ് ഉണ്ട്, പോത്തിനെ കാണാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയാണ്, കാരണം കാണാൻ കിട്ടിയാലോ, പ്രത്യേകിച്ച് ഈ സമയമാണ്, എന്തായാലും കാണാൻ ചാൻസ് ഉണ്ട്. അത്രയും മനോഹരമായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും, കാണാൻ പറ്റും. ആ ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തെ അവൻ ഹെൽമെറ്റ് കൂരിയിട്ടാണ് പോകുന്നത്, കാരണം നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, പിന്നെ ആയതുകൊണ്ട് നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇത് കൂരിയത്. അപ്പോൾ നമ്മൾ നിർത്തിയ ഒരു സ്ഥലം ആനക്കുളത്തേക്ക് പോകുന്ന വഴിയിലാണ്. ഈ ഒരു കേക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആരെങ്കിലും ഒന്ന് പറയണം. ഈ ഒരു കേക്ക് അവിടെ നിന്ന് കിട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് ഒന്നാമത് നല്ല വിശപ്പിലാണ് ഞങ്ങളുള്ളത്, ദാഹം വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, നല്ല പോലെ കഴിക്കാൻ വേണ്ടി അവിടെ നിർത്തിയെന്ന് വേണേൽ പറയാം. ഒരു ചേച്ചി നടത്തുന്ന സ്ഥാപനമാണ്. പിന്നെ നോക്കണ്ടല്ലോ, മഴക്കാലമായതുകൊണ്ട് മഴ പെയ്തു. ഇതൊരു നൊസ്റ്റാൾജിയ തോന്നിയൊരു മുട്ടായാണ് കേട്ടോ. ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് നല്ല മുട്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്കൊരു നൊസ്റ്റു ഫീൽ ചെയ്തു. നമ്മുടെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കഴിച്ച പോലെ ഒരു തോന്നൽ. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് കണ്ടൊരു വെള്ളച്ചാട്ടം കേട്ടോ. മുകളിലിരുന്ന് ആരൊക്കെയോ കുളിക്കുന്നുണ്ട്. അപ്പം ഇതും കഴിഞ്ഞ് എന്താ മോനെ സ്ഥലം, ഒരു രക്ഷയില്ല. നീ ഇതിൻ്റെ ഒരു ഭംഗി ഈ ഫോണിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ. പറഞ്ഞോ എന്നോ മണ്ടത്തരം പറയാൻ. ഒരു വീഡിയോ എടുക്കുക വിചാരിച്ച, ഫോട്ടോ എടുക്കുക വിചാരിച്ച് നമ്മൾ ഒന്ന് കയറി നോക്കുക. ഇങ്ങോട്ട് ഇവിടേക്ക് ഒന്നും പറയാനില്ല. എൻ്റെ മോനെ എന്താ വ്യൂടാ. വാ പോയി വാ, സ്ലിപ്പാവേ നോക്കണേ, പോയി നോക്കാം. കമോൺ ഗൈസ്. അമ്മേ എടാ തുരപ്പ വാടാ. അത് കിലോമീറ്ററോളം കയറി കഴിഞ്ഞിട്ട് ഇത് തുടക്കാ. ഇതൊരു പകുതി ആകുമ്പോഴത്തേ ഞാൻ സൈഡാവും. അപ്പൊ ഞാൻ പറയും വേണ്ട. ഓ ഓ അയ്യോ, നമ്മൾ വീഡിയോസ് ഫോട്ടോസ് എടുത്ത് ഇനി നമ്മൾ നേരെ താഴോട്ട് പോവാം. ഫോട്ടോസ് ഞാൻ സൈഡിൽ കാണിച്ചു കേട്ടോ. എടാ അവിടെ വെള്ളച്ചാട്ടാണത്, ആ പുക വരുന്നിടത്തില്. ഏയ് കോടല്ലാന്ന് തോന്നുന്നു, അവിടെ വെള്ളം ഒഴുകുന്നുണ്ടെന്നു. തിങ്സോ വണ്ടി അതാ അവിടെ നിക്കുന്ന. അടിച്ചു കൈസാട്ടാ. അയ്യോ മക്കളെ, ശരിക്കും ഈ കാശൊന്നും നമുക്ക് എവിടെയും കിട്ടൂല കേട്ടോ, സീരിയസ്ലി. എൻ്റെ അമ്മ എന്ത് രസമാണെന്ന് പറയും. ശരിക്കും എന്ത് രസമാണ് ഈ സമയത്ത് ഡ്രൈവ് ചെയ്യുക, ഇങ്ങനൊരു സീനറി കാണുക എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ട്രിപ്പാണ്, ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു ട്രിപ്പാണ്. സോ സീരിയസ്ലി ഞാൻ ഭയങ്കര അത്ഭുതത്തിൽ വണ്ടറടിച്ച് നിൽക്കുക ഇതൊക്കെ കണ്ടിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സീരിയസ്ലി. ആരെങ്കിലും ട്രിപ്പ് അടിക്കാൻ വേണ്ടി ലേഖായി പൈസ ആവട്ടെ, സമയം വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഡോണ്ട് വേസ്റ്റ് ദാറ്റ് ടൈം. ഇറങ്ങിക്കോ മക്കളെ, ഇതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ വേറൊരു വഴിയുമില്ല. അപ്പം നമ്മൾ ആനക്കുളം പോകുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം വീണ്ടും കണ്ടു. സോ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടം എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കയറി കാണാമെന്ന് കരുതി. അവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 10 രൂപയാണ്, 2 പേർക്ക് 20 രൂപ. അവിടെ കാണാൻ തന്നെ, ആ ഒരു വ്യൂ പോയിന്റിൽ നിൽക്കാൻ തന്നെ അടിയെന്ന് വേണം പറയാം, അത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പക്ഷേ കയറി കുളിക്കാനോ അല്ലെങ്കിൽ ഇറങ്ങി കുളിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. പറ്റില്ല എന്ന് തന്നെ തീർത്ത് പറഞ്ഞു, കാരണം മഴക്കാലമായതുകൊണ്ട് നല്ല അടിയൊഴുക്കുണ്ട്, കുളിക്കാൻ പറ്റാത്തൊരു ഏരിയയാണ്. ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് ഇറക്കി വിടുന്നത്. സോ കണ്ടു,
ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കാണാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. സോറി ഫോർ ദ വീഡിയോ. കാരണം കറക്റ്റായിട്ട് എടുക്കാനൊരു പാകത്തിന് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല, കാരണം അത്രയും ആൾക്കാർ മുന്നിലുള്ളതുകൊണ്ട് നീങ്ങാൻ പറഞ്ഞിട്ട് പോലും അവർ നീങ്ങുന്നില്ല. പക്ഷേ നമുക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തെങ്കിലും ഇതാണ് കാഴ്ച. വളരെ മനോഹരമാണ്, ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. പക്ഷേ കാണുമ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല, പക്ഷെ എന്തുകൊണ്ട് അവർ ഇറക്കുന്നില്ല എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ വീണ്ടും ആനക്കുളത്തേക്ക് ഇപ്പോൾ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഒരുപാട് വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്, ഒരുപാട് ട്രക്കിംഗ് ജീപ്പുകൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. സീതാൻ വീണ്ടും അവൻ്റെ ലഗേജൊക്കെ കെട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ കേട്ടോ. ആനക്കുളത്തേക്ക് പോകുന്ന വഴി കണ്ട കാഴ്ചകളാണ് മക്കളെ ഇത്. ഉഫ്, എജ്ജാതി സീനറി. സത്യം പറഞ്ഞാൽ വീട്ടിലിരുന്ന് നാളെ പോവാം മറ്റന്നാൾ പോവാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊന്നും ഒരിക്കലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ആനക്കുളത്തെത്തി, പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കുളത്ത് ആനയില്ല, അതാണ് കോമഡി. പക്ഷേ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം കിട്ടി ആനക്കുളത്ത്, അതിനേക്കാളും വലിയൊരു മനോഹരമായ സ്ഥലം. ഇത് കണ്ടപ്പോൾ ഒന്ന് സ്റ്റെക്കായിപ്പോയി. ആനക്കുളം വരെ വന്നത് വെറുതെ ആയില്ല എന്ന് മനസ്സിലായി. എന്താ പറയുക, പുലിമുരുകലിലൊക്കെ കണ്ട നമ്മളൊരു സീനില്ലേ, അതായത് ലാലേട്ടൻ ഒരു പാലത്തിൽ നിന്ന് അപ്പുറത്തെ പാലത്തിലേക്ക് പോകുന്ന പോലെ അങ്ങനൊരു പാറക്കൂട്ടം നിറഞ്ഞൊരു സ്ഥലമല്ലേ, എനിക്ക് അതുപോലെയൊക്കെ ഫീൽ ചെയ്തു. കാരണം ഇപ്പുറത്തെ സൈഡിൽ കുറേ ട്രൈബൽസിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടേക്ക് നമ്മൾ പോയില്ല. കുറച്ച് അപ്പുറത്തേക്ക് മാറി കുറേ പേര് കുളിക്കുന്നുണ്ട്, അത് വേറെ കാര്യം, അവിടേക്കും നമ്മൾ പോയില്ല. നമ്മൾ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി ഈ ഒരു പാറക്കെട്ടിലൂടെ അങ്ങേപ്പുറം പോകണമെന്നൊക്കെ ആയിരുന്നു കരുതിയത്. പക്ഷേ അവിടേക്കും പോകാൻ പറ്റില്ല, കാരണം നല്ല കുത്തിയൊഴുക്കുള്ള വെള്ളമായിരുന്നു, റിസ്ക്കാണ്. ഒന്ന് പാളിക്കഴിഞ്ഞാൽ വീണ് ഒഴുക്കിൽ പെട്ടുപോകാൻ സാധ്യത കൂടുതലാണ്. ആനക്കുളത്ത് ആന ഉണ്ടായിരുന്നു. ശരിക്കും ആനയെ കാണണമെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്നായിരുന്നു അവർ പറഞ്ഞത്. ഏകദേശം 6:30 6:45 വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, പക്ഷേ വന്നില്ല. ആന ഇറങ്ങാൻ തൊട്ടടുത്തൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആന ആ ഭാഗത്തേക്ക് ഇറങ്ങുള്ളൂ എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു നീരൊഴുക്കുള്ളൊരു ചെറിയൊരു ഏരിയ ഉണ്ട്, അവിടെ മാത്രമാണ് ആന വെള്ളം കുടിക്കാൻ വരിക. അവിടെ നിന്ന് തന്നെ കളിക്കും, അവിടെ നിന്ന് തന്നെ തിരിച്ചു പോകും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ കുറേ നേരം കാത്തിരുന്നു, പക്ഷേ പറ്റിയില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എനിക്കിതുപോലൊരു വണ്ടി എടുക്കേണ്ടി വന്നു. RTX 300 ആണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ ഒരു വണ്ടി. കാരണം ഇതുപോലൊരു വണ്ടി, അഡ്വഞ്ചർ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തൊരു വണ്ടി ഇതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വണ്ടി വേണ്ടി വന്ന് എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനർത്ഥം ഒരു വണ്ടിയും ഇല്ലാതെ അല്ലെങ്കിൽ മറ്റൊരു വണ്ടിയെ വേണം, അല്ലെങ്കിൽ ഇതുപോലൊരു വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നല്ല കേട്ടോ. ഏതൊരു വണ്ടി ഉണ്ടെങ്കിലും യാത്ര ചെയ്യാം, നമുക്ക് മനസ്സുണ്ടായാൽ മാത്രം മതി. പക്ഷേ എനിക്ക് ഇതുപോലൊരു വണ്ടി വേണ്ടി വന്നു ഇത്രയും ദൂരം. ഒരു ഫസ്റ്റ് എൻ്റെ യാത്ര, ജീവിതത്തിൽ ആദ്യ യാത്രയാണ് മൂന്നാർ ട്രിപ്പ് എന്ന് പറയുന്നത്. മൂന്നാർ ഞാൻ കേട്ടിട്ടുള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് തന്നെയാണ്. അതിന് ഈ വണ്ടി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. സീരിയസ്ലി എനിക്ക് ഒരു ടയേർഡ്നെസ്സോ അല്ലെങ്കിൽ ഒരു ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടിയില്ല. മൈലേജ് വൈസ് വളരെ 30 km/ലിറ്ററാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതും വലിയൊരു മോശമായ മൈലേജായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം ഫസ്റ്റ് സർവീസ് കഴിയുന്നതിന് മുന്നെയാണ് ഞാൻ പോയത്. വളരെ മനോഹരമായ യാത്രയായിരുന്നു. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, ഒരിക്കലും യാത്ര ചെയ്യാൻ മടിക്കരുത്. പിന്നെ ആവട്ടെ, നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. പോവുക, അത്രയേ ഉള്ളൂ. പോകാൻ തോന്നുന്നുണ്ടോ, ഇറങ്ങുക, ഇറങ്ങിയേക്കുക, പോയേക്കുക, അത്ര തന്നെ. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ജസ്റ്റ് എക്സ്പ്ലോർ ദ വേൾഡ് സീരിയസ്ലി. ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും എൻ്റെ ഒരു അപേക്ഷയാണ്. അപ്പോൾ ബൈ ബൈ.